ഒരു ധൂമകേതുവിൻ്റെ കോമറ്റിൻ്റെ വാലിലൂടെ മണിക്കൂറിൽ ഏകദേശം 22,000 കിലോമീറ്റർ വേഗത്തിൽ പറന്നു പോവുക, അവിടെ നിന്ന് കോടിക്കണക്കിന് വർഷം പഴക്കമുള്ള പൊടിക്കണങ്ങൾ ശേഖരിക്കുക, പിന്നെ അവ സുരക്ഷിതമായി ഭൂമിയിലെത്തിക്കുക. ഇത് സയൻസ് ഫിക്ഷൻ അല്ല കേട്ടോ. നാസ യഥാർത്ഥത്തിൽ ചെയ്ത ഒരു ദൗത്യമാണിത്. 1999 നാസ വിക്ഷേപിച്ച സ്റ്റാർഡസ്റ്റ് എന്ന പേടകത്തിൻ്റെ ലക്ഷ്യം വൈൽഡ് 2 എന്ന ധൂമകേതുവിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുകയായിരുന്നു. പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ധൂമകേതുവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പൊടിക്കണങ്ങൾ അതിവേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. സാധാരണ രീതിയിൽ പിടിക്കാൻ ശ്രമിച്ചാൽ അവ പൊടിഞ്ഞു പോകും. അതിന് നാസ കണ്ടെത്തിയ പരിഹാരം അത്ഭുതകരമായിരുന്നു. എയ്റോജെൽ എന്ന ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ ഖരപദാർത്ഥം ഉപയോഗിച്ച് ആ പൊടിക്കണങ്ങളെ വളരെ മൃദുവായി പിടിച്ചെടുത്തു. 2004 സ്റ്റാർഡസ്റ്റ് ധൂമകേതുവിൻ്റെ വാലിലൂടെ കടന്നുപോയി സാമ്പിളുകൾ ശേഖരിച്ചു. ഏകദേശം 4.6 ബില്യൺ 460 കോടി കിലോമീറ്റർ യാത്ര പൂർത്തിയാക്കി 2006 ആ സാമ്പിളുകൾ ഭൂമിയിലെത്തിച്ചു. പരിശോധനയിൽ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് വെള്ളവുമായി ബന്ധപ്പെട്ട ധാതുക്കളും ജീവന്റെ അടിസ്ഥാന ഘടകങ്ങളായ ഓർഗാനിക് സംയുക്തങ്ങളുമാണ്. അതായത് ഭൂമിയിലെ ജീവന്റെ ഉദ്ഭവത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ഈ പൊടിക്കണങ്ങൾ സഹായിച്ചേക്കാം. ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം, ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ഓരോ പൊടിക്കണത്തിനും ഏകദേശം 4.6 ബില്യൺ വർഷം പഴക്കമുണ്ട് എന്നതാണ്. അതായത് സൗരയൂഥം രൂപപ്പെട്ട കാലത്തിൻ്റെ ഒരു ചെറിയ ഭാഗം ഇന്ന് ശാസ്ത്രജ്ഞരുടെ ലാബിലുണ്ട്. ഇതാണ് സ്റ്റാർഡസ്റ്റ് മിഷൻ, മനുഷ്യരാശിയുടെ ഏറ്റവും വിസ്മയകരമായ ബഹിരാകാശ ദൗത്യങ്ങളിലൊന്ന്. ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി ഫോളോ ചെയ്യുക.